ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചോ? എല്ലാവരും നാട്ടിലൊക്കെ പോയോ? എന്തൊക്കെയാണ് നിങ്ങളുടെ ക്രിസ്മസ് പ്ലാനുകളൊക്കെ? അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ക്രിസ്മസ് എന്നൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കണേ കമൻസിലൂടെ. അപ്പോൾ നമ്മുടെ ക്രിസ്മസിൻ്റെ അന്നത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് തലേ ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ്. തലേന്ന് രാത്രി, അതായത് 24-ന് നൈറ്റ് ഞങ്ങൾ ഒന്ന് മേലെ കയറി നോക്കിയപ്പോഴത്തേക്കും ഉണ്ട് ആകാശം നിറച്ചും നക്ഷത്രങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഹസ്ബൻഡാണ് വിളിച്ച് കാണിച്ചു തന്നത്. ഒരു 11:30 ആയ ആ ഒരു ടൈമിൽ കയറി നോക്കിയപ്പോഴത്തേക്കൊണ്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ സ്കൈ കാണാനായിട്ട്. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു വേറിട്ടൊരു കാഴ്ച തന്നെയായിരുന്നു. നമ്മുടെ കണ്ണുകളിൽ കാണുന്നതിൻ്റെ അത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് വീഡിയോയിൽ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഓറിയൺ കോൺസ്റ്റലേഷൻ എന്നാണ് ഇതിനെ പറയുന്നതെന്നാണ് ഹസ്ബൻഡ് പറഞ്ഞത്. കുറേ നേരം ഞങ്ങളിങ്ങനെ നോക്കി നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ വർഷവും ക്രിസ്മസിൻ്റെ തലേന്ന് നൈറ്റ് ആകാശം നിറച്ച് നക്ഷത്രങ്ങൾ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും അങ്ങനെ നോക്കിയിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കണേ. അടുത്ത വർഷം മുതൽ നെക്സ്റ്റ് ഡേ, അതായത് നമ്മുടെ ക്രിസ്മസിൻ്റെ അന്ന് രാവിലെ ആയപ്പോഴത്തേക്കും ഞങ്ങളൊന്ന് പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ തന്നെ കഴിച്ചിട്ട് ഉച്ചയ്ക്കുള്ള ലഞ്ചിന് വേണ്ടിയിട്ട് ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ സിസ്റ്ററുടെ വീട്ടിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതായത് ഹസ്ബൻഡിൻ്റെ അപ്പച്ചി എന്നാണ് ഞങ്ങളുടെ ഇവിടെയൊക്കെ പറയുന്നത്, അമ്മായി എന്നൊക്കെ പറയും ചില സ്ഥലങ്ങളിൽ. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോകുന്നത്. എല്ലാ വർഷവും ഇവിടെ വിളിക്കാറുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ വന്നിട്ടാണ് ഉച്ചയ്ക്കലത്തെ ലഞ്ച് കഴിക്കുന്നത്. അച്ഛനാണെങ്കിൽ ഓഫീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓഫീസിൽ പോയിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് ഹസ്ബൻഡിൻ്റെ അപ്പച്ചി എന്ന് പറയുന്നത്, അതായത് അച്ഛൻ്റെ സഹോദരിയാണ്, ചേച്ചിയാണ്. അപ്പോൾ ഞങ്ങളിവിടെ വന്നിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ കുറേ നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ. ഒരുപാട് അങ്ങോട്ട് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് നിന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു പ്രൈവസിക്കും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ എടുക്കാത്തത് ഒരുപാട്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അച്ഛൻ വന്നപ്പോഴത്തേക്കും ആമിക്ക് വേണ്ടിയിട്ട് ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് കൊണ്ടുകൊടുത്തു. കുറേ കളർ പെന്നുകളായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അവളവിടെ വരച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ അവിടെ ഇട്ടിരുന്ന സ്റ്റാറൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. നാട്ടിൽ ഞാൻ വീട്ടിൽ ഇതേ സെയിം സ്റ്റാറാണ് എൻ്റെ വീട്ടിലിട്ടേക്കുന്നത്. ഇത്തവണ ഞങ്ങളുടെ വീട്ടിൽ സ്റ്റാറൊന്നും വെച്ചിട്ടില്ല. വീട്ടിനുള്ളിൽ തന്നെ ഞാൻ കുറച്ച് സ്റ്റാറൊക്കെ ഉണ്ടാക്കുകയാണ് ചെയ്തത്. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ പുറത്ത് സ്റ്റാർ തൂക്കാറുണ്ട്. പക്ഷേ ഇത്തവണ മഴയായ കാരണം കൊണ്ട് ഞങ്ങൾ വെച്ചില്ല കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞിരുന്നിട്ട് ഞങ്ങൾ നേരെ VR മാളിലേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ, നമ്മളെല്ലാ വർഷവും VR മാളിൽ വരുന്നതാണ്. ഇത്തവണ ഒരുപാട് ലേറ്റായി പോയി. ഞങ്ങൾ ക്രിസ്മസിന് ഒരാഴ്ച മുന്നേയൊക്കെ ഇവിടെ വരാറുള്ളതാണ്. ഇവിടെ ഈ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന കാണാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. അങ്ങനെയാണ് ഇവിടെ വരുന്നത് എല്ലാ പ്രാവശ്യവും. അങ്ങനെ ഇവിടെ നോക്കിയപ്പോഴത്തേക്കും ഉണ്ട് കേക്കിൻ്റെയും കുക്കീസിൻ്റെയൊക്കെ ഒരു ഫുഡ് ഫെസ്റ്റിവൽ പോലെ നടത്തുന്നുണ്ടായിരുന്നു. ഞങ്ങളൊന്നും തന്നെ വാങ്ങിയിട്ടില്ല, കാരണം മാളിലൊക്കെ വന്നിട്ട് മേടിക്കുകയാണെങ്കിൽ നല്ല പൈസ ആയിരിക്കും. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ആർക്കും വലിയ മധുരമൊന്നും ഇഷ്ടമില്ലാത്തവരാണ് കേട്ടോ. ആമിയാണെങ്കിൽ ഒട്ടും കഴിക്കത്തില്ല, അതുകൊണ്ടാണ് മേടിക്കാത്തത്. പിന്നെ നോക്കിയപ്പോഴത്തേക്കും ഉണ്ട് ഇവിടെ ഇതുപോലെ ഇങ്ങനെ നോട്ട്സ് എഴുതിയിട്ട് വയ്ക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ന്യൂ ഇയർ വിഷസും ക്രിസ്മസ് വിഷസൊക്കെ നമുക്കിവിടെ ഒട്ടിച്ച് വെക്കാനായിട്ട് പറ്റും. ഇതിന് മുന്നേ ഞങ്ങൾ ഒരുപാട് തവണ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഞങ്ങളിത് ഇങ്ങനെ എഴുതി ഇവിടെ ഒട്ടിക്കുന്നത്. പിന്നെ നല്ല മഴയുള്ളൊരു ദിവസമാണെന്ന്. നല്ല മഴയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്മസിൻ്റെ അന്ന് തലേന്നും അതിൻ്റെ മുന്നത്തെ ദിവസം തൊട്ടേ ചെന്നൈയിൽ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വരാനും പോകാനും ഒക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നനഞ്ഞുകൊണ്ടൊക്കെയാണ് വന്നത്. റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് പോയതെങ്കിലും നന്നായിട്ട് നനഞ്ഞു. പിന്നെ ഇവിടെ കുറേ നേരം മാളിലൊക്കെ ഒന്ന് നോക്കി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 4 മണിക്ക് പുറത്തായിട്ടുണ്ട്, 5 മണിയോളം ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇനി ഇവിടെ നിന്ന് 5:30 ആകുമ്പോഴത്തേക്കും വേറൊരു മാളിലേക്ക് പോകണം. നമ്മൾ ബറോസ് സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അത് വന്നിട്ട് എക്സ്പ്രസ് അവന്യൂ മാളിലാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം നിന്നിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് കയറിയതായിരുന്നു. അപ്പോഴത്തേക്കും ഉണ്ട് ഭയങ്കര മഴയാണ്, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ കുറേ നേരം ഇവിടെയൊക്കെ ഒന്ന് നോക്കി നിന്നു, മഴയൊക്കെ കണ്ടുകൊണ്ടൊക്കെ നിന്ന് കേട്ടോ.
അപ്പോൾ ഈ കാണുന്ന ആൾക്കാരൊക്കെ പുറത്ത് പോകാൻ പറ്റാതെ ഇങ്ങനെ പെട്ടിരിക്കുന്നവരാണ്. അപ്പോൾ ഞങ്ങൾ പറയുകയുണ്ടായി ഇതുപോലെ ഇത്രയും മഴ ഫസ്റ്റ് ടൈമാണ് തോന്നുന്നു. ഞാനിവിടെ ചെന്നൈയിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ക്രിസ്മസിൻ്റെ അന്ന് ഇങ്ങനെ മഴ പെയ്യുന്നത്. സാധാരണ ഡിസംബർ മാസം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെന്നൈയിൽ മഴ പെയ്യാറില്ല കേട്ടോ, നല്ല മഞ്ഞായിരിക്കും. പക്ഷേ മഴ പെയ്യുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ്. പിന്നെ എന്തായാലും മഴയല്ലേ, ഞങ്ങൾക്ക് ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും വന്നിട്ട് ബോഡി ഷോപ്പിലൊന്ന് കയറണമെന്നുണ്ടായിരുന്നു കേട്ടോ. കുറേ നാൾ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. ஸ்மெல் கம்மி பண்ணுமா, அந்த pH லெவல் பேலன்ஸ்டாக இருக்குமா? இது வந்து ரெகுலர் ஜென்ரல் பாடி வாஷ். ശരിക്കും ഞങ്ങൾ നല്ലൊരു ഒരു പെർഫ്യൂം മേടിക്കണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് എടുക്കണം എന്നുള്ളൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും മാളിനകത്ത് ബോഡി ഷോപ്പിൻ്റെ ഒരു ഷോറൂം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ 1-2 സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് എടുത്തതെന്നുള്ളത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ നേരെ നമ്മൾ അവിടെ നിന്ന് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ളത് എക്സ്പ്രസ് അവന്യൂ മാളിലാണ്. ഈ ഒരു മാളെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ ലുലു മാളില്ലേ, അതേ സെയിം മോഡലിലാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. കുറച്ചും കൂടി വലിയ മാളാണ്, VR മാളിനേക്കാളും കുറച്ചും കൂടി നല്ല വലിയ മാളാണ്. ഇവിടെയാണ് ഒരുപാട് കാണാനും ഒക്കെ ഉള്ളത്. പക്ഷേ ഞങ്ങൾ ഇവിടെ അങ്ങനെ അധികം വരാറില്ല കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് നല്ല ദൂരമാണ് ഇങ്ങോട്ടേക്ക് വരാനായിട്ട്. ഇതുപോലെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളുണ്ടെങ്കിലൊക്കെയാണ് ഇവിടേക്ക് വരാറുള്ളൂ. ഇപ്പോൾ ശരിക്കും ബറോസ് സിനിമ ബുക്ക് ചെയ്തിരുന്നു, അത് കാണാനാണ് വന്നത്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല മൂവി, ഭയങ്കരമായിട്ട് ഉറക്കം വന്നു. ഞാൻ ഫുൾ ടൈം ഉറങ്ങിക്കൊണ്ടാണ് കേട്ടോ ഇരുന്നത്. ഹസ്ബൻഡും മോളും കുറച്ചൊക്കെ കണ്ടു, പിന്നെ അവർക്ക് നന്നായിട്ട് ബോറടിച്ചു എന്ന് പറഞ്ഞു. എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല, കഥയൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ഒട്ടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നൊരു സിനിമ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പറയാം. ആദ്യമായിട്ടാണ് ഇത്രയും ഇതായിട്ടുള്ളൊരു സിനിമ കാണുന്നത്. പിന്നെ നൈറ്റായിരുന്നു ഷോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, 7 മണിക്കാണ്. 7 മണിക്ക് ഷോ തുടങ്ങിയിട്ട് 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നേരം കൂടി ഇവിടെ നിന്ന് വീഡിയോസൊക്കെ ഒന്ന് എടുത്തിട്ട് അത് നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. അപ്പോൾ പോകുന്ന വഴിയിൽ തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണ് പോയത്. ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും കവർ ചെയ്തിട്ടില്ല. പിന്നെ ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ. ഞങ്ങൾ രാവിലെ ഇറങ്ങിയതല്ലേ, കുറേ നേരം ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് ഭയങ്കര ഒരു ക്ഷീണമായിരുന്നു. പിന്നെ വീഡിയോ എടുക്കാനൊന്നും തോന്നുന്നതേ ഉണ്ടായില്ല കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി എന്നുള്ളൊരു ചിന്തയായിപ്പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. പിന്നെ നെക്സ്റ്റ് ഡേ രാവിലെയാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബോഡി ഷോപ്പിൽ നിന്ന് ഞങ്ങൾ പർച്ചേസ് ചെയ്തെന്ന്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് മേടിച്ചിട്ടുള്ളത്. ആദ്യം കാണുന്ന 2 ചെറിയ ബോട്ടിൽ എന്ന് പറയുന്നത് ബോഡി മിസ്റ്റാണ്, അതായത് സ്പ്രേ ഉണ്ടല്ലോ, അതാണ്, പെർഫ്യൂമാണ്. അത് നമുക്ക് ബോഡിയിലാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഡ്രസ്സിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. മറ്റേത് 2 ബോട്ടിൽ ഇരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വന്നിട്ട് ബോഡി വാഷാണ് കേട്ടോ. നമുക്ക് സോപ്പിന് പകരം തേച്ച് കുളിക്കാൻ പറ്റുന്നൊരു ലിക്വിഡാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്മെല്ല് നല്ലതാണ് കേട്ടോ. നമ്മൾ സാധാരണ സോപ്പ് യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലൊരു സ്മെല്ലായിരിക്കും. പിന്നെ നമ്മൾ 3 പ്രോഡക്റ്റ് അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട് നമ്മൾ പേ ചെയ്യണം. എന്നിട്ട് നമ്മൾ 3 എടുത്തതിൽ നിന്ന് ഏതിനാണോ ലീസ്റ്റ് വില വരുന്നത് ആ സാധനം നമുക്ക് ഫ്രീ ആയിട്ട് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് അവിടുത്തെ ഓഫർ ഇപ്പോൾ പോകുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇത്രയും സാധനങ്ങളാണ് എടുത്തത്. ഞങ്ങൾ ഒരു ബോഡി മിസ്റ്റും 2 ബോഡി വാഷും എടുത്തപ്പോഴത്തേക്കും നമുക്ക് ഒരു ബോഡി മിസ്റ്റ് നമുക്ക് ഓഫറിന് തന്നു. പിന്നെ ഈ ഒരു ബോഡി ഷോപ്പിലെ പ്രോഡക്ട്സുകളെല്ലാം തന്നെ വീഗൻ പ്രോഡക്റ്റാണ് കേട്ടോ. അതായത് അനിമൽസിൻ്റെ ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല, ഫുള്ളായിട്ട് പ്ലാന്റ്സ് കൊണ്ട് യൂസ് ചെയ്തിരിക്കുന്ന, ചെടികൾ യൂസ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റുകളാണ്. അതാണ് വീഗൻ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. മൈൽഡായിട്ടുള്ള സ്മെല്ലും അതുപോലെ തന്നെ സ്ട്രോങ് സ്മെല്ലിൻ്റെതും ഫ്ലേവറുണ്ട് കേട്ടോ. പല ഫ്ലേവറിലുള്ളതുണ്ട്. ഷിയ ബട്ടറിൻ്റെത്, റോസിൻ്റെത്, പിന്നെ മുരിങ്ങ ലീവ്സ്, അവോക്കാഡോ, അങ്ങനെ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഓൺലൈനായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം. പിന്നെ അവർ പറഞ്ഞത് എല്ലാ മാളിലും ബോഡി ഷോപ്പിൻ്റെ ഷോറൂം ഉണ്ടെന്നാണ് പറഞ്ഞത്. എല്ലാ മാളുകളിലും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓൺലൈനിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ മെമ്പർഷിപ്പൊക്കെ എടുക്കാം. മെമ്പർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫറൊക്കെ വരുമ്പോൾ നമ്മുടെ ഫോണിൽ മെസ്സേജ് വരും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അവിടെ ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ 3 പ്രോഡക്റ്റ്സ് എടുക്കുമ്പോൾ ലീസ്റ്റ് പ്രോഡക്റ്റിൻ്റെ ഒരെണ്ണം ഫ്രീ ആയിട്ട് കിട്ടും. അതാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരുന്ന ഓഫർ. പിന്നെ ഞാൻ ഇന്നൊന്ന് പാർലറിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ, ഡിസംബർ മാസത്തിൽ മെയ് മാസത്തിലാണ് ഞാൻ എപ്പോഴും ഹെയർ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തവണ എന്തായാലും ഹെയർ കട്ട് ചെയ്യണമെന്നുണ്ട്. കാരണം എൻ്റെ മുടി മൊത്തം ഇങ്ങനെ, മുടിയുടെ എൻ്റെ ഭാഗം മൊത്തം ഒരുമാതിരി വളഞ്ഞ് ഒട്ടും കട്ടിയില്ലാത്ത രീതിയിൽ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് എനിക്കൊന്ന് ലെയർ കട്ട് പോലെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പാർലറിലേക്ക് വന്നു. പാർലറിലേക്ക് വന്നപ്പോഴത്തേക്കും 12 മണിയോളമായി. ഞങ്ങൾ ഒരുപാട് ലേറ്റായിട്ടാണ് കേട്ടോ ഇവിടുന്ന് തിരികെ പോകുന്നതും. ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് പോയത്. ഒരുപാട് ടൈം എടുത്തിട്ടാണ് ചെയ്തത്. അപ്പം ഞാൻ ഈ ഒരു പാർലറിൽ സ്ഥിരമായിട്ട് വരുന്നതാണ് കുറച്ച് നാളായിട്ട്. എനിക്ക് ചെന്നൈയിൽ ഒരുപാട് പാർലറുകളിൽ പോയിട്ടുണ്ടെങ്കിലും ഒന്നും തന്നെ ഒട്ടും സാറ്റിസ്ഫൈഡ്
സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് അവരെല്ലാം നമുക്ക് പറഞ്ഞു തന്നാണ് ചെയ്യുന്നത്. പിന്നെ ഞാനിന്ന് ഫ്രൂട്ട് ഫേഷ്യലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഏത് ഫ്രൂട്ടാണെന്ന് ചോദിച്ചപ്പോൾ എല്ലാ ഫ്രൂട്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഫേഷ്യലാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ ഫ്രൂട്ട് ഫേഷ്യലാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ എപ്പോഴും ഫ്രൂട്ട് ഫേഷ്യൽ തന്നെയാണ് നാട്ടിൽ പോയാലും ചെയ്യുന്നത്. ഞാനങ്ങനെ ചെന്നൈയിൽ നിന്ന് വലുതായിട്ട് ഫേഷ്യലൊന്നും ചെയ്യാനായിട്ട് നിൽക്കാറില്ല. നാട്ടിൽ പോയിട്ടാണ് എപ്പോഴും ചെയ്യുക. അപ്പോൾ എന്തായാലും ഇത്തവണ ചെന്നൈയിൽ നിന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞത് എൻ്റെ മുടി ഇങ്ങനെ കേർലി ഹെയർ ആയ കാരണം കൊണ്ട് ലെയർ കട്ട് ചെയ്താൽ അത്ര നന്നായിരിക്കില്ല. ഒന്നുകിൽ സ്റ്റെപ്പ് അല്ലാന്നുണ്ടെങ്കിൽ യു അല്ലെങ്കിൽ വി, ഈ മൂന്നിലേതെങ്കിലും ഒരെണ്ണം ചെയ്യണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും സ്റ്റെപ്പ് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവരെനിക്ക് സ്റ്റെപ്പ് കട്ടൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ചെയ്ത് തരും കേട്ടോ. നന്നായിട്ട് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഇവിടെ വന്ന് ചെയ്യുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ചേച്ചിയോട് സംസാരിക്കുന്നതൊക്കെ. ആദ്യത്തെ 2 പ്രാവശ്യം വന്നപ്പോഴും ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ ആമിക്ക് ഇവിടെ നിന്നാണ് എപ്പോഴും സ്ഥിരമായിട്ട് മുടി വെട്ടുന്നത്. ആമിക്ക് ഒരു തവണ ഹെയർ കട്ട് ചെയ്തതൊക്കെ ഞാൻ നമ്മുടെ വ്ളോഗ് ചാനലിൽ നമ്മുടെ ഈ ഒരു ചാനലിൽ മുന്നേ ഞാൻ വ്ളോഗ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടാൽ മതി. അപ്പോൾ ആമിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ചെയ്തിട്ടൊന്നും ശരിയാവാതെ അവസാനം ഇവിടെ ഞങ്ങൾ കണ്ടുപിടിച്ചെടുത്തതാണ് കേട്ടോ ഈ ഒരു കട. പിന്നെ എനിക്കിങ്ങനെ ലെയർ കട്ട് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ എൻ്റെ മുടിക്ക് അത് ചേരത്തില്ലാത്തതുകൊണ്ട് സ്റ്റെപ്പ് കട്ട് പോലെയാണ് ചെയ്തു തന്നത്. അപ്പോൾ പുള്ളിക്കാരി എന്നോട് പറഞ്ഞത് ഇതുപോലെ വീഡിയോ ഒക്കെ എടുത്തോളാൻ പറഞ്ഞു കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവർക്ക് വീഡിയോയിലൊന്നും വരാനായിട്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആമിയെ കൊണ്ടാണ് വീഡിയോ ഒക്കെ എടുപ്പിച്ചത്. ആമിയാണ് ഈ വീഡിയോ ഫുള്ളായിട്ട് എടുത്തു തന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് കട്ട് ആകുമ്പോഴത്തേക്കും കുറച്ച് വോളിയം ഉള്ളതുപോലെ തോന്നുകയും ചെയ്യും. തീരെ അങ്ങോട്ട് ബോറായിട്ട് ഇരിക്കത്തില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആമിക്കാണ് ഹെയർ കട്ട് ചെയ്യുന്നത്. ആമിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് സ്ഥലങ്ങളിൽ മുടി വെട്ടിയിട്ടുണ്ടെങ്കിലും ഇവിടെ വന്ന് ചെയ്തപ്പോഴാണ് നീറ്റായിട്ട് അവർ ചെയ്തു തന്നിട്ടുള്ളത്. ആമിയുടെ ആ ഒരു ഇയേഴ്സിൻ്റെ ആ ഒരു ഭാഗത്ത്, ആമിയുടെ ചെവിയുടെ ആ ഒരു ഭാഗത്തൊക്കെ മുടി ഇങ്ങനെ ഷേപ്പിന് കറക്റ്റായിട്ട് വെട്ടിത്തരുന്നതേ ഇല്ല കേട്ടോ ഇവിടെ പല പാർലറിലും പോയിട്ട്. അങ്ങനെ പിന്നെ അവരോട് പറഞ്ഞപ്പോഴത്തേക്കും കൃത്യമായിട്ട് അത് നല്ല നീറ്റായിട്ട് അതും സിസേഴ്സ് വെച്ചിട്ടാണ് അവർ ചെയ്തു തന്നത്. അതേപോലെ തന്നെ ബ്ലോ ഡ്രൈയും കൂടെ അവർ ചെയ്തു തരും. എനിക്കാണെങ്കിലും മോൾക്കാണെങ്കിലും ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷോപ്പിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹെയർ കട്ടും ഫേഷ്യലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോയി കേട്ടോ. പിന്നീട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. വളരെ ചെറിയൊരു വീഡിയോ ആണിത്. ഇനി പുതിയ വിശേഷങ്ങളായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.